ഹായ് എവരി വൺ, ഇറ്റ്സ് മീ ഡോക്ടർ ബാസിൽ. നിങ്ങൾ പല ആളുകളും ഒരുപാട് തവണ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത്. പല ആളുകളും പല കമൻസിലും അതുപോലെ തന്നെ നേരിട്ടും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കോളേജ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണം എന്നുള്ളത്. എങ്ങനെയായിരുന്നു കോളേജ്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ചും മെഡിക്കൽ രംഗത്ത് താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഞാനിങ്ങനെ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പിന്നെ ടീച്ച് ചെയ്യാൻ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ വരുമ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു മെഡിക്കൽ കോളേജിലെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അവിടെ പഠന സമയത്ത് ഒരു മെഡിക്കൽ രംഗത്ത് പിന്നെ പഠിക്കുമ്പോൾ എന്തൊക്കെ രൂപത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക എന്ന് നേരത്തെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിലുള്ള കുറേ കാര്യങ്ങൾ പറയുക എന്നുള്ളതിനപ്പുറത്ത് എങ്ങനെയായിരിക്കും ആ ഒരു കോളേജിൽ എന്തായിരിക്കും നമ്മൾ ഫേസ് ചെയ്യുന്നത്, എന്തൊക്കെയായിരിക്കും നമ്മുടെ സ്ട്രഗിൾസ് എന്ന് വളരെ ചുരുങ്ങിയ സമയത്ത്, ഇത് ഞാൻ പറയുന്നത് ഒരു കോളേജ് ലൈഫ് എക്സ്പീരിയൻസ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ മണിക്കൂറുകൾ വേണ്ടി വരും. പക്ഷേ ഞാൻ വളരെ ചുരുക്കി എന്തൊക്കെയാണോ നിങ്ങൾ അറിയേണ്ടത്, അല്ലെങ്കിൽ മെഡിക്കൽ രംഗത്ത് താല്പര്യമുള്ള ആളുകളായിരിക്കുമല്ലോ കൂടുതലും അന്വേഷിച്ചിട്ടുണ്ടാവുക, അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ലിസ്റ്റ് ഡൗൺ ചെയ്തുകൊണ്ട് അത് മാത്രം സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനപ്പുറത്തേക്കുള്ള അനുഭവങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ മറ്റ് അവസരങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഞാൻ എൻ്റെ കോളേജ് പറയുന്നത് പോലെ ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ആണ് ഞാൻ പഠിക്കുന്നത്. അവിടെ ഡെൻ്റൽ ആണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായി തന്നെയുള്ള ആലപ്പുഴ ഡെൻ്റൽ കോളേജ്, ഇതാണ് ഡെൻ്റൽ കോളേജിൻ്റെ ബിൽഡിങ്, ഇതാണ് മെഡിക്കൽ കോളേജിൻ്റെ മെയിൻ ക്യാമ്പസ്. അപ്പോൾ മെയിൻ ക്യാമ്പസിലായിരിക്കും നമ്മുടെ പിന്നെ മെഡിക്കൽ സബ്ജക്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ. ഡെൻ്റൽ കോളേജിലായിരിക്കും നമ്മുടെ ഡെൻ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നെ പ്രാക്ടിക്കൽസും മറ്റ് അവിടെയുള്ള ക്ലിനിക്സും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെയായിരിക്കും. ഇതാണ് നമ്മുടെ അക്കാദമിക് ബ്ലോക്ക് എന്ന് പറയുന്നത്. നമ്മുടെ പിന്നെ NH ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആരെങ്കിലും ആലപ്പുഴ ഉള്ളവർക്കൊക്കെ അല്ലെങ്കിൽ അതുവഴി പോയവർക്കൊക്കെ അറിയാം. ഇതാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. ഇത് കുറച്ച് പിന്നിലായിരിക്കും. ഇതും കഴിഞ്ഞ് 2 സ്റ്റോപ്പ് അപ്പുറത്താണ് നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നമ്മുടെ കാഷ്വാലിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഹോസ്പിറ്റൽ കുറച്ചപ്പുറത്താണ്. ഈ രൂപത്തിലാണ് നമ്മുടെ ക്യാമ്പസ് ഉണ്ടായിരുന്നത്. വളരെ വിശാലമായിട്ടുള്ളൊരു ക്യാമ്പസ് തന്നെയാണ്. അപ്പം മെഡിക്കൽ കോളേജിലായിരിക്കും നമ്മൾ പൊതുവെ ഉണ്ടാവുക, അവിടുത്തെ ഹോസ്റ്റലിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഡെൻ്റൽ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡെൻ്റൽ കോളേജിലേക്കും പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മുടെ ഒരു കോളേജിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി MBBS ആണെന്നുണ്ടെങ്കിൽ ഫുള്ളി ഈ മെഡിക്കൽ കോളേജിൻ്റെ അക്കാദമിക് ബ്ലോക്കിൽ തന്നെയായിരിക്കും അവരുടെ എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സുകൾ. അതേപോലെ തന്നെ പിന്നെ ഹോസ്പിറ്റലിലും അവരുടെ പ്രാക്ടിക്കൽ മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലും പോസ്റ്റിങ്ങുകൾ ഉണ്ടാവും. ആ രൂപത്തിലാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ നഴ്സിംഗ്, അതുപോലെ മറ്റ് പിന്നെ ലാബ് മായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് കോഴ്സുകളും ഇതൊക്കെ ഈ ഒരു അക്കാദമിക് ബ്ലോക്കിൽ തന്നെ ആയിരിക്കും അതിൻ്റെ ക്ലാസ്സുകളും ഉണ്ടാവുക. നഴ്സിംഗിൻ്റെ വേറെ ഇതേപോലെ മറ്റൊരു ബിൽഡിങ് കൂടിയുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലൊക്കെയാണ് നമ്മുടെ ഒരു കോളേജിൻ്റെ പൊതുവായിട്ടുള്ള രൂപം. വളരെ വിശാലമായി പിന്നെ ആലപ്പുഴയിലുള്ള വണ്ടാനം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വളരെ വിശാലമായിട്ടുള്ള എല്ലാ കോഴ്സുകളും നമുക്ക് ലഭിക്കുന്ന രൂപത്തിലുള്ള വളരെ വിശാലമായിട്ടുള്ള ക്യാമ്പസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ തുടങ്ങുമ്പോൾ എക്സ്പീരിയൻസ് തുടങ്ങുമ്പോൾ അവസാനത്തെ ഇയർ വെച്ചിട്ടല്ലല്ലോ തുടങ്ങേണ്ടത്, ഫസ്റ്റ് ഇയർ വെച്ച് തന്നെ തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനമായും ഫസ്റ്റ് ഇയറിൽ ഞാൻ ഏറ്റവും അഭിമുഖീകരിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞ് തുടങ്ങാണ്. കാരണം നമുക്കറിയാം, ഞാൻ പിന്നെ ഇവിടേക്ക് അഡ്മിഷൻ എടുക്കുന്നത് ഒരു വർഷം റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് എൻട്രൻസ് എഴുതിക്കൊണ്ടാണ് പിന്നെ ഈ കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ആദ്യം എൻട്രൻസ് എഴുതുന്നു, പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നു, വീണ്ടും എൻട്രൻസ് എഴുതുന്നു. എന്ന് വെച്ചാൽ ഏകദേശം 1.5 വർഷം ഞാൻ കൂടുതലായിട്ടും യൂസ്ഡ് ആയിട്ടുള്ളത് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് എക്സാം ആയിരുന്നു. കാരണം എൻട്രൻസ് കിട്ടണമെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് എക്സാംസ് നിർബന്ധമാണ്. ആ രൂപത്തിലുള്ള ഒരു പ്രാക്ടീസ് നിർബന്ധമാണ്. കാരണം ആ മൾട്ടിപ്പിൾ ചോയ്സ് നിരന്തരം ചെയ്ത് പരിശീലിച്ചു കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അത് JEE ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും ഏത് എൻട്രൻസ് ആണെങ്കിലും മൾട്ടിപ്പിൾ ചോയ്സ് നിരന്തരം പിന്നെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക, അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറ്റിയിട്ടുള്ള വലിയൊരു പ്രയാസം എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു. കാരണം നമ്മൾ +2 വരെയൊക്കെ അല്ലെങ്കിൽ +1 +2 വരെയൊക്കെ നമ്മൾ ഫുള്ളി സ്കൂൾ ഫോക്കസ്ഡ് ആയിട്ടാണ് പഠിക്കുന്നത്, സ്കൂളിലുള്ള എക്സാംസിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ചോയ്സിനോട് കൂടുതൽ അത്തരത്തിലുള്ള ഒരു പ്രാക്ടീസ് കൂടുതലായിട്ടില്ല. നമ്മൾക്ക് മനസ്സിലാക്കുന്നത് പഠിച്ചാൽ മതിയല്ലോ, തിയറി പഠിച്ചാൽ പിന്നെ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് മൾട്ടിപ്പിൾ ചോയ്സ് എഴുതാൻ കുറച്ചും കൂടി ഒരു പ്രാക്ടീസ് തന്നെ വേണം എന്നുള്ളത് ഈ റിപ്പീറ്റിൻ്റെ സമയത്താണ് നമുക്ക് കൂടുതലായി മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒക്കെ വളരെ നേരത്തെ തന്നെ ഈ നിലക്കുള്ളൊരു പ്രിപ്പറേഷൻ വേണം എന്നുള്ളതൊക്കെ പറയാൻ കാരണം. അപ്പോൾ ഏതായാലും ആ നിലക്ക് ഒരു 1.5 വർഷം ഈ മൾട്ടിപ്പിൾ ചോയ്സ് എക്സാംസ് ആ ഒരു പാറ്റേണിലായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത് എങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ കോളേജിലേക്ക് വന്നപ്പോൾ അവിടെ ആ ഒരു പാറ്റേൺ തന്നെയായിരുന്നു പ്രശ്നം. കാരണം നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ആണ് കൂടുതലായിട്ട് യൂസ്ഡ് ആയിട്ടുള്ളത്, അതിലേക്ക് കൂടുതലായിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ കോളേജിലുള്ള എക്സാംസ് എന്ന് പറയുന്നത്
ഡിസ്ക്രിപ്റ്റീവായ എക്സാം ആയിരിക്കും. അത് തന്നെ ജസ്റ്റ് കുറച്ച് എഴുതിയാൽ മാറാം, വളരെ വിശദീകരിച്ച് എഴുതണം. എസ്സേസ് ഒക്കെ 14 മാർക്കിൻ്റെ എസ്സേയും പിന്നെ 7 മാർക്കിൻ്റെ ഷോർട്ട് എസ്സേ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് വളരെ വിശദീകരിച്ച് എഴുതണം. അപ്പോൾ ആ വിശദീകരിച്ച് എഴുതുന്നതിൽ നല്ല പ്രയാസം പിന്നെ ഫസ്റ്റ് ഇയറിൽ അഭിമുഖീകരിച്ചിരുന്നു. ആ ഒരു പാറ്റേൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം എല്ലാവരും കാരണം എല്ലാവരും ഏകദേശം പറഞ്ഞ പോലെ ഈ പിന്നെ റിപ്പീറ്റൊക്കെ ചെയ്തിട്ടാണ് വരുന്നത്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് വളരെ നേരത്തെ തുടങ്ങിയ ഒരു ഹൈസ്കൂൾ തൊട്ടൊക്കെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ ആളുകൾ മാത്രമാണ് +2 കഴിഞ്ഞ് നേരിട്ട് മെഡിക്കൽ കോളേജുകളിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത്. അതല്ലാത്തവരൊക്കെ പൊതുവിൽ റിപ്പീറ്റ് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ ആ ഒരു പാറ്റേണിലുള്ള ഷിഫ്റ്റ് വലിയൊരു പ്രയാസമായി അഭിമുഖീകരിച്ചിരുന്നു. പിന്നെ ഉള്ളത് ഒരു ഒരു പ്രശ്നമായിട്ടല്ല നമ്മൾ അഭിമുഖീകരിച്ചൊരു വലിയൊരു വിഷയം വാസ്റ്റ് ആയിട്ടുള്ള സിലബസാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക ഒരു ബയോളജിക്ക് ഒരു ടെക്സ്റ്റ്, അല്ലെ ഫിസിക്സിനൊരു ടെക്സ്റ്റ്, അതുപോലെ തന്നെ കെമിസ്ട്രിക്ക് ഒരു ടെക്സ്റ്റ്, അങ്ങനെ പിന്നെ സോഷ്യലിനും ഇംഗ്ലീഷിനൊക്കെ ആയിട്ട് ഓരോരോ ടെക്സ്റ്റുകൾ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ആ ടെക്സ്റ്റിൻ്റെ ഒക്കെ ഒരു കട്ടി ഏകദേശം ഇത്രയൊക്കെ വരുള്ളൂ അല്ലേ. പക്ഷേ നമ്മൾ പിന്നെ മെഡിക്കൽ അല്ലെങ്കിൽ ഡെൻ്റൽ അതുപോലെയുള്ള പിന്നെ വിഷയങ്ങളൊക്കെ എടുത്താൽ ആ കോഴ്സുകൾ എടുത്താൽ അവിടെയുള്ള ഓരോ ടെക്സ്റ്റ് ബുക്കുകളും ഇത്ര കട്ടിയിലുണ്ടാകും. അത് തന്നെ 1, 2, 3, 4 വോള്യങ്ങളും ഉണ്ടാകും. ആ മൊത്തം കാര്യങ്ങൾ വായിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എക്സാംസ് എഴുതാൻ. ആ ഒരു വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് എന്നുള്ളത് പ്രത്യേകിച്ചും ഫസ്റ്റ് ഇയറിൽ അത് വലിയൊരു പ്രശ്നമായിരുന്നു. കാരണം എക്സാം പാറ്റേണിൻ്റെ പ്രശ്നമുണ്ട്, അതേപോലെ ഈ സിലബസ് മൊത്തം പഠിച്ച് തീർക്കുക എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ഞാനൊക്കെ ചെയ്ത എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ എക്സാമിന് വളരെ മുമ്പേ തന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുകയും അത് ഒരു ഷോർട്ട് നോട്ടുകളാക്കി, എന്ന് വെച്ചാൽ ഒരു ഇത്ര കട്ടിയുള്ള പുസ്തകം ഒരു 1, 2, 3 പേപ്പറിലാക്കി എന്ത് ചെയ്യും, വളരെ ഷോർട്ടാക്കി ഷോർട്ട് നോട്ടുകൾ എഴുതി വെക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ചെയ്ത ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എക്സാമിൻ്റെ തലേന്ന് ജസ്റ്റ് ആ ഷോർട്ട് നോട്ട് വായിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, കാരണം അത്രയും വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ഉണ്ടാവുക. അപ്പോൾ ആ നിലക്കുള്ള ഷോർട്ട് നോട്ടുകളായിരുന്നു എൻ്റെയൊക്കെ ഞാൻ അതൊക്കെ അത് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ എനിക്ക് സഹായകമായിട്ടുള്ളത് ആ ഷോർട്ട് നോട്ടുകളായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. അപ്പോൾ എക്സാമുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ പിന്നെ എക്സാമിൻ്റെ തലേ ദിവസമൊക്കെ മിക്കവാറും ആളുകൾക്ക് ഉറക്കം തന്നെ ഇല്ലാത്ത, അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ ഹവേഴ്സ് മാത്രം ഉറങ്ങി ആ രൂപത്തിൽ പഠിക്കാൻ മാത്രം അത്രയും വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വളരെ ഈസി ആയിരിക്കും എന്ന ഒരു മുൻധാരണയിൽ ഒരിക്കലും ഒരു മെഡിക്കൽ കോഴ്സിന് നമ്മൾ പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ പറയുന്നത്. വളരെയധികം പഠിക്കാനുണ്ടാകും എന്ന് വെച്ചാൽ ഫുള്ളി പിന്നെ എന്താ പറയുക 24 മണിക്കൂർ 365 ദിവസവും ഇരുന്ന് പഠിക്കുക എന്നുള്ളതല്ല, മറിച്ച് എക്സാമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനോട് അടുക്കുമ്പോൾ വളരെയധികം നമുക്ക് ബാക്കി എല്ലാം മാറ്റിവെച്ച് ഇരുന്ന് പഠിക്കേണ്ടുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ എനിക്കുണ്ടായിരുന്ന എൻ്റെ പേഴ്സണൽ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലൊക്കെ കൂടുതലായിട്ട് നമ്മൾ നേരിട്ട് പേഷ്യൻസിലേക്ക് ഡയറക്റ്റ്ലി പോകില്ല അല്ലേ. അങ്ങനെ ആകുമ്പോൾ അത് പേഷ്യൻസിനോട് തന്നെ ചെയ്യുന്ന ഒരു ദ്രോഹമായി മാറുമല്ലോ. കാരണം ഒന്നും അറിയാത്ത നമ്മൾ പോയിട്ട് പേഷ്യൻസിൽ എന്തെങ്കിലും ചികിത്സ നടത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അപകടം ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഒരു പാർഷ്യലി തേർഡ് ഇയറിലൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ ലാബുകളിലാണ് ഉണ്ടാവുക. ലാബുകളിൽ പോയി അവിടെ ഇരുന്നിട്ട് പണിയെടുക്കുക, അവിടെ ഇരുന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കുക. ഇപ്പം ഡെൻ്റലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാർവിങ് എന്ന് പറഞ്ഞിട്ടും അതുപോലെ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ കുറേ എണ്ണം ചിത്രം വരച്ച് പഠിക്കാൻ തന്നെ കുറേ സമയമാണ്. അപ്പോൾ നമ്മളിത് ഈ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും എൻ്റെ ചിന്ത എന്ന് വെച്ചാൽ എന്തിനാണ് ഇത്രയും സമയം ഈ പ്രാക്ടിക്കൽ ലാബിൽ പോയിട്ട് ഇത്രയും സമയം കളയുന്നത്, എന്തിനാണ് ഇത്രയും സമയം ഇങ്ങനെ കളയുന്നത്, നമുക്ക് വേറെ എന്തെങ്കിലും പഠിച്ചാൽ പോരെ, അല്ലെങ്കിൽ ആ സമയത്ത് ക്ലാസ് എടുത്തുകൂടെ, അല്ലെങ്കിൽ ആ സമയത്ത് പേഷ്യൻസിനെ നമുക്ക് കാണിച്ചു തന്നുകൂടെ എന്നൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് ഫസ്റ്റ് 2 ഇയേഴ്സിൽ ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, ആരെങ്കിലും മെഡിക്കൽ രംഗത്തേക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠിച്ച് തുടങ്ങിയവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് ഈ ഫസ്റ്റ് 2 ഇയേഴ്സ് നിങ്ങൾ ആ ഒരു ചിന്താഗതിയോടുകൂടി പോകരുത് എന്നുള്ളതാണ്. കാരണം എൻ്റെ അനുഭവമാണ്. കാരണം ഞാൻ എന്തായാലും ആ പ്രാക്ടിക്കൽസിനോട് ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നെങ്കിലും പരമാവധി ഭംഗിയായി അത് ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഒരു 4th ഇയർ പിന്നെ അവസാന അല്ലെങ്കിൽ ഹൗസ് സർജൻസിയൊക്കെ എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഫസ്റ്റ് 2 ഇയേഴ്സ് പ്രാക്ടിക്കൽ ലാബുകളിൽ ഉണ്ടാക്കിയെടുത്ത ആ ചിത്രം ഉണ്ടല്ലോ, ആ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു കഴിവുണ്ടല്ലോ, അതാണ് അവസാനം നമ്മൾ HS ആകുമ്പോൾ അല്ലെങ്കിൽ ഹൗസ് സർജൻസിയിൽ നമ്മൾ പേഷ്യൻസിനോട് ചെയ്യുമ്പോൾ നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ പ്രാക്ടിക്കൽ ചെയ്ത് അല്ലെങ്കിൽ ലാബിൽ കിടന്ന് ഇങ്ങനെ സമയം കളയുന്നത് എന്ന് വിചാരിക്കും. പക്ഷേ അതാണ് ശരിക്ക് നമുക്ക് നമ്മുടെ പേഷ്യൻസിലേക്ക്, നമ്മുടെ രോഗികളെ ഡയറക്റ്റ്ലി ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കോൺഫിഡൻസും അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം സ്കിൽഡ് ആണ് എന്ന് തീരുമാനിക്കുന്നത് ആദ്യത്തെ 2 ഇയേഴ്സിലുള്ള ആ പ്രാക്ടിക്കൽസ് ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. അതുകൊണ്ട് തന്നെ അതിനെ നിസ്സാരമാക്കിക്കൊണ്ടോ ആ രൂപത്തിലോ നമ്മൾ പോകരുത് എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്.
പിന്നെ എൻ്റെ ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ മെഡിക്കൽ രംഗത്ത് താല്പര്യമുള്ള ഡോക്ടർ ആവണം അല്ലെങ്കിൽ നേഴ്സ് ആവണം എന്നൊക്കെ താല്പര്യമുള്ള ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേടി എന്ന് പറയുന്നത്, എനിക്കിതൊക്കെ താല്പര്യമുണ്ട് പക്ഷെ എനിക്ക് ചോര കണ്ടാൽ ഞാൻ ഫ്ലാറ്റ് ആകും എന്ന ഒരു ചിന്ത പല ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ അങ്ങോട്ട് ഇല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ആ ചിന്ത നിങ്ങൾ മാറ്റി വെച്ചോളൂ, ആ പേടി നിങ്ങൾ മാറ്റി വെച്ചോളൂ എന്നുള്ളതാണ്. എൻ്റെ ജസ്റ്റ് ഒരു അനുഭവം പറയാം. ഞാൻ ഫസ്റ്റ് ഇയറിൽ കോളേജിൽ ജോയിൻ ചെയ്ത് ഏതാനും 1-2 ആഴ്ചകളായിട്ടേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഹിസ്റ്റോളജി എന്ന് വെച്ചാൽ നമുക്കറിയാം. അപ്പോൾ ഹിസ്റ്റോളജി ലാബിൽ പിന്നെ ഹിസ്റ്റോളജിയും അതുപോലെ തന്നെ ഫിസിയോളജിയും, ഈ രണ്ടിൻ്റെയും ലാബുകളിൽ നമുക്ക് എന്ത് പറ്റും, ഹിസ്റ്റോളജിയിൽ നമുക്ക് വരക്കാനൊക്കെ ഉണ്ടാവുക, ഈ ഫിസിയോളജിയിൽ നമുക്ക് നേരിട്ടുള്ള പിന്നെ ബ്ലഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടെസ്റ്റുകളൊക്കെ നടത്താനുണ്ടാവും. അപ്പോൾ ആ പിന്നെ ഫിസിയോളജി ലാബിൽ ഞാൻ പിന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ തൊട്ടടുപ്പത്ത് നിന്ന എൻ്റെ ഒരു ഫ്രണ്ട് എന്ത് ചെയ്യാണ്, ബോധം കെട്ട് വീഴുകയാണ്. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സ്വന്തം ബ്ലഡ് ഒന്ന് എടുത്തിട്ട് അത് പിന്നെ മൈക്രോസ്കോപ്പിൽ നോക്കി ചില കാര്യങ്ങളൊക്കെ എഴുതാനും ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യത്തിന് വേണ്ടി സ്വന്തം ബ്ലഡ് ഒന്ന് കുത്തിയപ്പോൾ പിന്നെ അതിൽ ആ സ്വന്തം ബ്ലഡ് കണ്ടപ്പം പേടിച്ച് എന്ത് ചെയ്യാണ്, തലകറങ്ങി വീണതാണ്. അപ്പോൾ അങ്ങനെയുള്ള, ഞാൻ തലകറങ്ങി വീണിട്ടില്ല, എൻ്റെ ഫ്രണ്ടാണ് തലകറങ്ങി വീണത്. അപ്പോൾ ആ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മളും ചിലപ്പോൾ ആലോചിച്ച് നോക്കും, ബ്ലഡ് കണ്ടാൽ തലകറങ്ങി വീഴുന്ന അതേ പ്രകൃതമാണ് ഞാൻ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, അങ്ങനെ തലകറങ്ങി വീണ ആ ഫ്രണ്ട് പിന്നെ ഞാൻ ഒരു 5 വർഷം ഒന്ന് മുന്നോട്ടേക്ക് പോയാൽ പിന്നെ കാണുന്നത് കാഷ്വാലിറ്റിയിലൊക്കെ വളരെ പ്രയാസകരമായി ആക്സിഡൻ്റ് ഒക്കെ വന്ന് അവിടെ നിന്നൊക്കെ ഹെഡ് ആൻഡ് നെക്ക് ഇഞ്ചുറീസ് ഒക്കെ നമ്മളുടെ അടുത്തേക്കാണ് വരിക. അപ്പോൾ ആ ഹെഡ് ആൻഡ് നെക്ക് ഇഞ്ചുറീസ് ഒക്കെ വളരെ നന്നായി ഹാൻഡിൽ ചെയ്യുന്ന അതേ വ്യക്തിയെയാണ് ഞാൻ പിന്നെ 5 വർഷങ്ങൾക്ക് ശേഷം കാണുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം. നമുക്ക് ബ്ലഡുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പ്രയാസവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പേടിയൊക്കെ ആദ്യം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറയുന്നത് കഡാവറിനെ കാണുക എന്നുള്ളത്. കഡാവർ നമുക്കറിയണ്ടാവുമല്ലോ, ഡെഡ് ബോഡീസിനെ നേരിട്ട് ഡൈസെക്ട് ചെയ്ത് പഠിക്കുന്ന ഒരു അനുഭവമാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അനാട്ടമിയുടെ ആ ഒരു ലാബിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ ഫോർമാലിൻ്റെ ആ ഒരു മണക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. എൻ്റെ ക്ലാസ്സിലും ഏകദേശം എല്ലാ ക്ലാസ്സിലും എന്തുണ്ടാവും, എല്ലാ ബാച്ചിലും വന്നിട്ടുണ്ടാവും 2-3 ആൾക്കാർ അവിടെയും ബോധം കെട്ട് വീണിട്ടുണ്ടാവും. അത് എൻ്റെ ബാച്ചിലും സംഭവിച്ചിരുന്നു. അപ്പോൾ കടാവറിനൊക്കെയാണ് ഡെഡ് ബോഡി, ഒരു വളരെ ഈ നമ്മളെപ്പോലെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ ബോഡി നമ്മുടെ മുമ്പിൽ എന്ത് ചെയ്യാണ്, കിടത്തി തരികയാണ്. നമ്മളത് മുറിച്ച് പഠിക്കുകയാണ്. എവിടെയൊക്കെയാണ്, ഏതൊക്കെ നെർവ്സ് ആണുള്ളത്, ഏതൊക്കെ ബ്ലഡ് വെസൽസ് ആണുള്ളത്, എന്തൊക്കെയാണ് ആ സ്കിന്ന് എന്നുള്ളതൊക്കെ കൃത്യമായി പഠിക്കാൻ നമ്മൾ എന്ത് ചെയ്യാണ്, അത് മുറിച്ച് പഠിക്കുകയാണ്. ആ അനുഭവമൊക്കെ കഴിയുമ്പോൾ അങ്ങനെ കടാവറിനെ ഡൈസെക്ട് ചെയ്ത്, അല്ലെങ്കിൽ ഹിസ്റ്റോളജി ലാബിലൂടെയൊക്കെ പോയി, അതുപോലെ തന്നെ ഫിസിയോളജി ലാബും ബയോകെമിസ്ട്രി ലാബും അതൊക്കെ കഴിഞ്ഞ് പിന്നെ പേഷ്യൻസിലേക്കൊക്കെ എത്തുമ്പോഴേക്ക് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ, ഈ പേടിയും ഭയവും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, പതിയെ മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നിട്ട് അങ്ങനെ ബ്ലഡിനെ പേടിച്ച് വന്ന് 5 വർഷം കഴിഞ്ഞിട്ടും ബ്ലഡിനെ പേടിയോടുകൂടി തന്നെ ജീവിക്കുന്ന, അങ്ങനെയുള്ള ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിനെയും ഞാനിതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത്തരം ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കോളേജിൽ പോകുക. അതുകൊണ്ട് ആ പേടിയിൽ ആരും എന്ത് ചെയ്യേണ്ടതില്ല, മെഡിക്കൽ പ്രൊഫഷൻ ഒഴിവാക്കേണ്ടതില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ ആ പറഞ്ഞതുപോലെ ഒരു കാഷ്വാലിറ്റിയിലേക്കൊക്കെ പിന്നെ നമ്മൾ ഫൈനൽ ഇയറിലും അതുപോലെ ഹൗസ് സർജൻസിയിലൊക്കെ കാഷ്വാലിറ്റി പോസ്റ്റിംഗ് എല്ലാവർക്കും ഉണ്ടാവും. MBBSകാർക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ ഡെൻ്റൽ സ്റ്റുഡൻസിനൊക്കെ അവിടെ നിന്നുണ്ടാവും കാഷ്വാലിറ്റി പോസ്റ്റിംഗ്. കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത്യാഹിത വിഭാഗമാണ്. അവിടെ അത്തരത്തിലുള്ള പിന്നെ ആളുകളാണ് വരിക. അപ്പോൾ അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പിന്നെ ഫസ്റ്റ് ഇയറിലുള്ള ഈ അനുഭവങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഏറ്റവും സ്ട്രെസ് ചെയ്ത് പറയാനുള്ളത് ഈ കാഷ്വാലിറ്റിയിലുള്ള അനുഭവങ്ങളൊക്കെ തന്നെയാണ്. കാരണം നമ്മൾ ജീവിതത്തൊക്കെ കാണുന്ന ഒരു രീതിയും മറ്റു കാര്യങ്ങളൊക്കെ വല്ലാതെ മാറാൻ ഈ കാഷ്വാലിറ്റിയിലുള്ള പോസ്റ്റിങ്ങുകൾ സഹായിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാനൊക്കെ ഒരു വ്യക്തിപരമായ അനുഭവം പറയുകയാണെങ്കിൽ, പിന്നെ ഈ ബൈക്കൊക്കെ കുറച്ച് സ്പീഡിൽ ഓടിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ ഈ കാഷ്വാലിറ്റി പോസ്റ്റിങ്ങിലൊക്കെയാണ് സ്ഥിരം എന്ന് പറഞ്ഞതുപോലെ ഒരു ദിവസം 1 അല്ലെങ്കിൽ 2 ആക്സിഡൻറ്റ് കേസസ് വരും. ബൈക്ക് ആക്സിഡൻറ്റ് കേസ് ആയിരിക്കും കൂടുതൽ, അല്ലേ? മറ്റുള്ളതിൻ്റെ പിന്നെ ആ ഒരു പിന്നെ ആക്സിഡൻറ്റിൻ്റെ ഒരു തീവ്രതയൊക്കെ വളരെ കുറവായിരിക്കും. പക്ഷേ ബൈക്ക് ആക്സിഡൻറ്റ് കാണാൻ നമുക്ക് കഴിയൂല. കാരണം അത്രത്തോളം പ്രയാസകരമായിരിക്കും. അപ്പോൾ ഇതിലൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് എത്രത്തോളം പ്രയാസകരമായിരിക്കും ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന കാഷ്വാലിറ്റി പോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ബൈക്കിൻ്റെ സ്പീഡ് ഒന്ന് കുറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത്രത്തോളം നമ്മൾ നേരിട്ട് കാണുകയാണ്. പച്ചയായ ജീവനുള്ള മനുഷ്യന്മാർ കിടന്ന് പടയുന്നത് നമ്മൾ നേരിട്ട് കാണാണ്. അവരുടെ പച്ചയായ ശരീരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റിച്ച് ചെയ്യാണ്, അല്ലേ?
ഫ്യൂച്ചർ ചെയ്യാണ്, അതുപോലെ തന്നെ അവർക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ വേദന നമ്മളും അനുഭവിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ അനുഭവങ്ങളിലൂടെ കടന്നു പോയാൽ, അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ലഹരി എന്ന് പറയുന്നത് അല്ലേ. കള്ളു കുടിച്ചുകൊണ്ടും മറ്റ് ലഹരികൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഡ്രൈവ് ചെയ്തിട്ട് ആളുകൾ പലതരത്തിലുള്ള അപകടങ്ങളിൽ പെട്ട് വരുമ്പോൾ നമുക്ക് ആ ആ ഒരു സംഭവത്തോട് തന്നെ നമ്മുടെ ഒരു മെൻറ്റാലിറ്റി മാറിക്കോളും. ഒരു മനുഷ്യന്മാരെ ഇല്ലാതാക്കുന്ന, മനുഷ്യന്മാരെ മൃഗമാക്കുന്ന, മനുഷ്യന്മാരെ എല്ലാ നിലക്കും തകർത്ത് കളയുന്ന ഒന്നാണിത് എന്ന ഒരു ചിന്തയൊക്കെ എനിക്ക് കൂടുതലായിട്ടും വന്നിട്ടുള്ളത് ഈ കാഷ്വാലിറ്റി പോസ്റ്റിങ്ങുകളിലായിരുന്നു. കാരണം അത്രത്തോളം പ്രയാസകരമായ അനുഭവങ്ങളിലൂടെയാണ് ആളുകൾ കാഷ്വാലിറ്റിയിലേക്ക് ഓരോ സമയം അല്ലേ, ഒരു ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കൂടുമ്പോൾ ഒരു ആംബുലൻസ് വരുന്നു, അവിടുന്ന് പിന്നെ ആ ബോഡി റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളാണിത്. അപ്പോൾ അത് നമുക്ക് നൽകുന്ന തിരിച്ചറിവുകൾ വളരെ പ്രധാനമാണ്, വളരെ വലുതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശരിക്കുള്ളൊരു മനുഷ്യൻ എന്താണ്, എത്രത്തോളം നിസ്സഹായനാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാകും. നമ്മളിങ്ങനെ ഭയങ്കര മസിലൊക്കെ പിടിച്ച് ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നില്ലേ. ജസ്റ്റ് ഒന്ന് എന്തൊക്കെ ഒരു വണ്ടി തട്ടിയാൽ മതി നമ്മൾ എത്രത്തോളം ദുർബലരാണ് നമുക്ക് മനസ്സിലാവാൻ. അതൊക്കെ നേരിട്ട് അനുഭവിക്കുമ്പോഴാണ് നമുക്ക് ഒരു ലൈഫിനെ കുറിച്ച് തന്നെയുള്ളൊരു കാഴ്ചപ്പാടൊക്കെ കുറച്ചൊക്കെ ഒന്ന് മാറുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. പിന്നെ എനിക്ക് മറക്കാൻ പറ്റാത്ത അല്ലേ, അവസാനത്തോട്ട് ഇങ്ങനെ വരുമ്പോൾ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്ന് പറയുന്നത് ഹൗസ് സർജറി സമയത്ത് ഒരു മരണം നേരിട്ട് കണ്ടത്. ഞാൻ ഒറ്റൊരു മരണം മാത്രമാണ് കാഷ്വാലിറ്റിയിൽ നേരിട്ട് കണ്ടിട്ടുള്ളത്. ഒരുപാട് മരണങ്ങൾ സംഭവിക്കും, യാതൊരു സംശയമില്ല. പക്ഷേ അവസാനം നമ്മളിങ്ങനെ ആ ഒരു റൂമിലേക്ക് ഇങ്ങനെ കടക്കുമ്പോൾ അവസാനത്തെ ബീപ്പും കൂടി കേട്ട് ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നു, അവിടെ ഡെത്താണ് എന്ന് കൺഫേം ചെയ്യുന്ന ഒരവസ്ഥ, അത് ഡെത്താണ് എന്നുള്ളത് അവരുടെ റിലേറ്റീവ്സിനോട് പറയുന്ന ഒരവസ്ഥ, അതൊക്കെ വളരെയധികം പിന്നെ പ്രയാസകരമായ വല്ലാത്ത അനുഭവങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ കാഷ്വാലിറ്റിയിലൊക്കെ പോവുക. അപ്പോൾ MBBS സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കുറച്ച് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് പിന്നെ ഡെൻ്റൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹെഡ് ആൻഡ് നെക്ക് ഈ റീജിയൻ ആണ് കൂടുതലായിട്ടും നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരിക കാഷ്വാലിറ്റികളിൽ. MBBS സ്റ്റുഡൻസിനാണെങ്കിൽ മൊത്തം ബാക്കിയുള്ള എല്ലാ ഏരിയാസും അവർക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഹെഡ് ആൻഡ് നെക്ക് ഇഞ്ചുറീസ് ആണ് നമുക്ക് കൂടുതലായിട്ടും എനിക്കൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ പോയിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ഇയർ ടു ലാസ്റ്റ് ഇയർ ഫുൾ ഒരു സ്റ്റോറി ആയിട്ട് പറഞ്ഞിട്ടില്ല, ഒരു തുടക്കം മുതൽ തുടക്കത്തിൻ്റെയും അവസാനത്തിൻ്റെയും കുറച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിൽ നിർബന്ധമായും വരേണ്ടുന്ന കുറച്ച് ചിത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ബാക്കി ഒരുപാട് അനുഭവങ്ങളുണ്ട് തീർച്ചയായും. ഒരു 5-5.5 വർഷം അല്ലെ 4.5 വർഷം പഠനവും അതുപോലെ തന്നെ 1 വർഷം നമ്മുടെ ഹൗസ് സർജൻസിയും ആയി ആ രൂപത്തിൽ പോകുന്ന ഒരു ജീവിതത്തിൻ്റെ വലിയൊരു ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു ഏടാണ് ഈ മെഡിക്കൽ കോളേജിലെ അനുഭവങ്ങൾ എന്ന് പറയുന്നത്, ആ ഒരു ജീവിതം എന്ന് പറയുന്നത്. തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഇനിയും ആവശ്യമാണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ മറ്റൊരു അവസരത്തിൽ സംസാരിക്കാം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ബൈ.